നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കൊന്നുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തത്രപ്പാട് ആരംഭിച്ചതാണ് പാകിസ്ഥാൻ. പാക് പങ്കിന് തെളിവെന്ത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ വിഷയത്തെ അനുകൂലമാക്കാനും ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാന്റെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് മാത്രവുമല്ല, ലോകരാജ്യങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ വിയർക്കേണ്ടിയും വന്നു പാകിസ്ഥാന്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ പങ്കിനെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ഉയർത്തിയത് നിരവധി ചോദ്യങ്ങൾ ആണ്. ഭീകരാക്രമണത്തിൽ പങ്കില്ല എങ്കിൽ പിന്നെന്തിനാണ് ഹാഫിസ് സയ്യിദ് അടക്കമുള്ള തീവ്രവാദികളുടെ സുരക്ഷ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചത്? പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ലേ? ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയത് എന്തിന് എന്നും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പാകിസ്ഥാന് ഉത്തരം മുട്ടി. പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചരിത്രാധ്യാപകൻ ശ്രീ എം ഷിനാസ്, ശ്രീ MS വേണുഗോപാൽ വിദേശകാര്യ നിരീക്ഷകൻ, ശ്രീ വിനീത ഹരിഹരൻ BJP നേതാവ്, ശ്രീ OK ഫാറൂഖ് കോൺഗ്രസ് നേതാവ്, ശ്രീ ഷാബു പ്രസാദ് വിദേശകാര്യ നിരീക്ഷകർ എന്നിവർ ആണ്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, ഈ ചർച്ച ആരംഭിക്കുമ്പോൾ രാജ്യം തന്നെ ഒരു തയ്യാറെടുപ്പിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് മോക്ക് ഡ്രിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലും ഇത്തരം പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇന്ത്യ പാക് വാർ സമയത്താണ് ഇത്തരത്തിലൊക്കെയുള്ള പരിശീലനം നൽകിയിരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു തയ്യാറെടുപ്പിന് കേന്ദ്രം നിർദ്ദേശം നൽകുന്നത് ആദ്യമായിട്ടാണ്. അതിൽ നിന്ന് എന്തോ ഒരു തയ്യാറെടുപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു രാജ്യം സൂക്ഷിക്കേണ്ട രഹസ്യ സ്വഭാവം ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാരതം. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ വിദേശകാര്യ നയതന്ത്രത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു നീക്കത്തിൽ നിന്ന്. ഇപ്പോഴത്തെ ഒരു നീക്കം തീർച്ചയായിട്ടും പാകിസ്ഥാനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്ര വലിയൊരു സന്നാഹവുമായി ഒരു സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന്. അവർ വിചാരിച്ചത് ഒരു ബാലക്കോട്ട് അല്ലെങ്കിൽ ഒരു 2 ബാലക്കോട്ട്, അതിൽ കവിഞ്ഞ ഒരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് പോകുന്ന വിമാനങ്ങളെ ഏതെങ്കിലുമൊക്കെ അടിച്ചിടുകയോ എന്നൊക്കെ ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളാണ് ജയിച്ചതെന്ന് പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചെടുത്ത് നിന്ന് വളരെയധികം മാറിപ്പോയി ഇന്ത്യയുടെ ഇത്തവണത്തെ നീക്കങ്ങൾ. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമൊക്കെ നടത്തി വന്നിരുന്ന ഒരു 10 വർഷത്തെ ഡിപ്ലോമസി കൂടെ ചേർന്നപ്പോൾ ഇന്ത്യക്ക് അപാരമായൊരു ശക്തി ഇന്ന് കൈവന്നിട്ടുണ്ട്. അത് പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജലം, ധനം കൊണ്ടവരെ ഞെരുക്കുന്നത് ഒക്കെ നടന്നെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പാകിസ്ഥാന് കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാൻ പാഠം പഠിക്കില്ല എന്ന് ഇന്ത്യക്ക് ബോധ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ കരുത്തുള്ള ഒരു 4ാം യുദ്ധസജ്ജമായൊരു ശക്തിയാണ് എന്നുകൂടി പാകിസ്ഥാൻ അറിയാം. എങ്കിലും പാകിസ്ഥാനെ ഒന്ന് ചെറുതായി കൊട്ടിക്കൊണ്ട് അറിയിക്കണം, ഒരു ചെറു ഞോട് കൊടുത്തുകൊണ്ട് അറിയിക്കണം എന്ന് ഇന്ത്യ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും ABC, BBC അടക്കമുള്ള പ്രധാനപ്പെട്ട മീഡിയകളിലുമൊക്കെ നടക്കുന്ന സംഭാഷണം. ഈ സംഭാഷണം നടക്കുമ്പോഴും ഇന്ത്യ അങ്ങനെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് UN-ൽ ശ്രീ ഗുട്ടറസ് അടക്കമുള്ളവർ, അത് പ്രധാനമായി അദ്ദേഹത്തിനെ പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു കളിപ്പാവ എന്നാണ്. അപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലൊരു ഇന്ത്യ സംയമനം പാലിക്കണമെന്നും ശാന്തി എന്നുള്ള മുദ്രാവാക്യമൊക്കെ അദ്ദേഹം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു പാകിസ്ഥാൻ വെറും സാധാരണക്കാരായ ജനങ്ങളെ, ടൂറിസ്റ്റുകളായി വന്നവരെ 26 പേരെ വെടിവെച്ച് വീഴ്ത്തിയ സംഭവം ലോക മനസാക്ഷിക്ക് പോലും നിരക്കാത്തതാണ്, നിങ്ങളിത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ എല്ലാത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇന്ന് വരുന്ന വേറൊരു ഡെവലപ്മെൻറ്റ്, കുവൈറ്റ്
അത് പാകിസ്ഥാനെ ഞെട്ടിച്ചളഞ്ഞു. കുവൈറ്റ് പരസ്യമായിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ ചെയ്തത് ശരിയായില്ല. ഇന്ത്യക്ക് അതായത് ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ വരുമ്പോഴും കുവൈറ്റ് അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാകണം. തീർച്ചയായിട്ടും. അപ്പം അതിന് പോലും ഇപ്പോൾ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇറാൻ പഴയ ഒരു വീര്യം കാണിക്കുന്നില്ല. ഇപ്പം തുർക്കി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ പുറകിൽ കൂടെ ചൈനയുടെ ഒരു കളിയും നടക്കുന്നുണ്ട്. പക്ഷേ ചൈന നേരിട്ട് രംഗത്തിറങ്ങുന്നത് വളരെ അപൂർവമായിരിക്കും എന്ന് പാകിസ്ഥാന് തന്നെ അറിയാം. അത് പാകിസ്ഥാനെ പക്ഷേ ഈ ചൈനയുടെ അംബാസിഡർ വളരെ കൃത്യമായി പിന്തുണ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറരുത്, അത് സംരക്ഷിക്കുവാനുള്ള അവരുടെ ഉത്തരവാദിത്വത്തെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ ഇന്ന് പാകിസ്ഥാന്റെ റോഡ് പദ്ധതിയുമായി നിൽക്കുന്നവരെ, അവിടെ എയർപോർട്ട് പണിയാൻ നിൽക്കുന്നവരെയൊക്കെ എടുത്തിട്ട് കൊട്ടുകയാണ്. ബലൂചിസ്ഥാനിൽ തലയ്ക്ക് കൊട്ടുകൊടുക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ ചൈനയ്ക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടുത്തെ ലോക്കൽ പബ്ലിക് പോലും അതിന് അനുകൂലമല്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൽ പോലും ചൈന പാകിസ്ഥാന് 100% സപ്പോർട്ടാണെങ്കിൽ പോലും ഞെരങ്ങി മൂളി പറഞ്ഞത് ഇൻഫിൽട്രേഷൻ, സബോട്ടേജ് ഇതൊന്നും ആരും നടത്തുന്നത് അത്ര ശരിയല്ല എന്നാണ്. അപ്പോൾ ആ വിധത്തിലെങ്കിലുമൊക്കെ ഞെക്കി മൂളി പറയേണ്ട അവസ്ഥ വന്നു. കാരണം ഈ പാകിസ്ഥാനും ചൈനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ 15-അംഗ കൗൺസിലിൽ എന്തെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് പറയാനായിട്ടുണ്ടായിരുന്നത്. അതിൽ പോലും പാകിസ്ഥാന് പൂർണ്ണമായും നീതി പുലർത്തി ചൈനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ്, ഇതാ ഞാൻ ഈ വിശദാംശം, അതായത് ഐക്യരാഷ്ട്രസഭയിലടക്കം സുരക്ഷാ കൗൺസിലടക്കം പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയമെങ്കിലും ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് പറഞ്ഞു പോകാതെ വയ്യ. അതുകൊണ്ടാണ് അത് തന്നെ രാജ്യം ഒന്നടങ്കം ജാഗരൂകരാകേണ്ടതിൻ്റെ ഒരു നിർദ്ദേശം വരുന്നു. അത് അറിയാമല്ലോ, ഈ ഒരു ഭീകരാക്രമണം കഴിഞ്ഞ് എത്രയോ ദിവസങ്ങളാകുന്നു. ഇതിനോടകം തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതെന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് പല രാഷ്ട്രീയ നേതാക്കളും അടക്കം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ജനങ്ങൾക്കൊരു ജാഗ്രത നൽകുക, അതെല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുക, പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ നൽകുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലയിലും, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് യുദ്ധമുണ്ടായാലൊക്കെ ഭയക്കേണ്ടതുണ്ടോ, കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ സംശയിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മലയാളികളിൽ വലിയൊരു ശതമാനം പോലും ഉണ്ടാകും. എന്താണ് ആ ഒരുക്കങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? നോക്കൂ അഭിലാഷേ, ഈ ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നു എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നീ ചോദിക്കുന്നവരോടുള്ള ഉത്തരം 2 തരത്തിലുള്ള ചോദ്യമാണ് ഈ വരുന്നത്. 2 തന്നെ. ഒന്ന്, ഈ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി, രാഷ്ട്രീയ ലാഭത്തോടുകൂടി, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ. അതായത് ഈ പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ കിട്ടുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, സാധാരണക്കാര്, വളരെ സാധാരണക്കാര്, ഇത്ര ദിവസമായി എന്താ ഒന്നും ചെയ്യാത്തത്, എന്തൊരു കഷ്ടമാണിത് എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെ 2 വിഭാഗമാണ്. നോക്കൂ, ഈ യുദ്ധം എന്ന് പറയുന്നത് തോക്കും ബോംബും മാത്രം ഉപയോഗിച്ചുള്ളതല്ല. ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം മുതൽ നമ്മൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ആ യുദ്ധത്തില് എന്താണ് ഇപ്പൊ പറഞ്ഞു, ഇപ്പം ഈ നയതന്ത്ര രംഗം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഗ്ലോബൽ സിറ്റുവേഷനിൽ നയതന്ത്രം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആയുധമാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ സിന്ധു നദീജല കരാറിന്റെ കാര്യം, എത്രയോ ശരിക്കും 3 മഹായുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും കൈവെക്കാതിരുന്ന ആ മേഖലയിലേക്കാണ് നമ്മൾ ഒരൊറ്റ ഡിസിഷനിലൂടെ ആ ഒരു വലിയ ഇത് സംഭവം നടപ്പാക്കിയത്. അതിൻ്റെ അകത്തൂടെ ശരിക്ക് പാകിസ്ഥാൻ വിറളി പിടിച്ചിരിക്കുകയാണ്. പിന്നെയുള്ള മനഃശാസ്ത്ര യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം യുദ്ധമാണ്. അല്ലാതെ കൊണ്ടുപോയി ഒരു നഗരം മുഴുവനും അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനും കുറെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് ചെന്ന് ബോംബും തോക്കും ബോംബിട്ട് തകർക്കണം, ഇത് മാത്രമല്ല യുദ്ധം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള വലിയ ഒരു യുദ്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മിലിറ്ററി ആക്ടിവിറ്റിക്ക് മുമ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇപ്പൊ 1971 യുദ്ധം നടന്നത് നവംബർ അവസാനം ഡിസംബർ ആദ്യമായിട്ടാണ് ആ യുദ്ധം നടക്കുന്നത്. അതിനെത്രയോ മുമ്പ് ഒരു 6-7 മാസം മുമ്പ് തന്നെ നമ്മുടെ സേനകൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫീൽഡ് മാർഷൽ മനേക് ഷാ
അദ്ദേഹം നമുക്ക് യുദ്ധത്തിന്റെ സമയമായിട്ടില്ല, മഴക്കാലം വരുന്നു, അതുപോലെ ഇത് സജ്ജമാക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞ് സേന പൂർണ്ണ സജ്ജമായതിനു ശേഷം മാത്രമാണ് തുടങ്ങുന്നത്. അതായത് അല്ല ഒന്ന് പറഞ്ഞ് ഇപ്പം അദ്ദേഹം മേജർ രവി പറയുന്നത് ഉത്സവപ്പറമ്പിലെ അടിയല്ല ഇത്. ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ മറ്റൊരു വലിയ ടാസ്ക്, മേജർ ടാസ്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, പ്രധാനമന്ത്രി നമ്മുടെ സേനകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ഏറ്റവും വലിയ വളരെ പ്രയാസമേറിയതാണ്. അതായത് ഒന്ന്, നമ്മുടെ ജവാന്മാർക്ക് കാഷ്വാലിറ്റി ഉണ്ടാവരുത്, സീറോ കാഷ്വാലിറ്റി അല്ലെങ്കിൽ മിനിമം കാഷ്വാലിറ്റി. മറ്റൊന്ന്, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാകരുത്, കഴിയുന്നത്ര പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. ഇത് 3, ഭാരതം ഇന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. കഴിഞ്ഞ 10-11 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നേടിയതാണ്. നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സാമ്പത്തികമായിട്ട് ഒരു യുദ്ധത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന രീതിയിൽ, നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാകരുത്. അതായത് നമ്മൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, എങ്കിലും പറയാം. അതായത് കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനുള്ള ടാസ്കാണ് നമ്മുടെ സേനകളുടെ മുമ്പിലുള്ളത്. കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ടാസ്ക് തന്നെയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ലോകത്തൊരു രാജ്യം പരീക്ഷിച്ചിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത അതികഠിനമായ ടാസ്കാണ് നമ്മുടെ സേനകളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ കാണാത്ത, നമുക്ക് ചിന്തിക്കുക പോലും ചെയ്യാത്ത, നമ്മുടെ സാധാരണ ഒരു തരത്തിലുള്ള യുദ്ധതന്ത്രത്തിലും ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം. അല്ലാതെ എവിടെ നരേന്ദ്രമോദി എന്തിനു കൊള്ളാം, എന്താണ് അടിക്കാത്തത്, കേറി അടിക്ക്, തകർക്ക്, ഒടിക്ക്, തിരിക്ക്, ഓടിക്ക്, ഇങ്ങനൊക്കെ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് ഒരു ചാനലിലിരുന്ന്. അത് അതുപോലെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സേനയ്ക്ക് അവർക്ക് വെളിപ്പെടുത്താനൊന്നും കഴിയില്ല. രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഇരുന്നേ പറ്റുള്ളൂ. അതാണ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ OK ഫറൂഖ്, കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഫറൂഖ്, ഇവിടെ ഇതാ ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിലടക്കം പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തിയ ഒരു തിരക്കഥ പൊളിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. കാരണം പാകിസ്ഥാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, എന്താണ് ഞങ്ങളുടെ പങ്ക്, ഞങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ല, അതിൻ്റെ തെളിവെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ തന്നെയാണ്, പാകിസ്ഥാൻ ലഷ്കർ-ഇ-തോയ്ബയുടെ തന്നെ ഭാഗമായിട്ടുള്ള തീവ്രവാദ സംഘടനയാണ് ഈ ആക്രമണം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പിന്നീടാണത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിലേക്ക് മാറിയത്. പാകിസ്ഥാൻ തന്നെയാണ് അവിടുത്തെ തീവ്രവാദ നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെയാണ് ആണവായുധം അടക്കം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഇത്തരം കലാപരിപാടികൾക്കെല്ലാം ശേഷമാണ് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവിടെ ഈ പാനലിൽ ചർച്ചയുടെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത് പോലെ ഒരു യുദ്ധം എന്നത് അങ്ങനെ യുക്തിസഹമല്ലാതെ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനു മുമ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒന്നാകെ പിന്തുണ ആർജിക്കുക എന്നതാണല്ലോ പ്രധാനം. അതിൽ കേന്ദ്ര സർക്കാർ വിജയിക്കുന്നു എന്നല്ലേ ഈ ഐക്യരാഷ്ട്രസഭയിലെ അടക്കം ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിലൊരു കാര്യം, ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് നമ്മളെല്ലാം ഞെട്ടിക്കുന്ന, ഇന്ത്യയെ ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവം. ഭീകരവാദികളാൽ 27ഓളം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ജീവൻ നഷ്ടപ്പെട്ടത്. അതെ, അന്ന് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും, അവിടെ കക്ഷിയില്ല, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ വർഗമില്ല, അവിടെ വർണ്ണമില്ല, എല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ തിരിച്ചടിക്കണം. ഈ ഭീകരവാദികളുടെ, ഈ തീവ്രവാദികളുടെ മാളത്തിൽ പോയി തന്നെ അവരെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ആ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കോൺഗ്രസ് പോലുള്ള സംഘടനകളും ഞങ്ങളും മുന്നോട്ട് വെച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റിവെക്കാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇപ്പൊ നേരത്തെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നു, രാഷ്ട്രീയം കളിക്കുന്നു എന്നെന്തോ സംസാരിച്ചു. അദ്ദേഹം BJPയുടെ പ്രതിനിധി അല്ല കേട്ടോ. BJPയുടെ പ്രതിനിധി ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീമതി വിനീത ഹരിഹരനാണ്. അവർ എത്തുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ അല്ല പുള്ളി, സോറി, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അവിടെ രാഷ്ട്രീയം കളിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇതുവരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനങ്ങൾ, എങ്ങനെയായിരുന്നു ഗവൺമെന്റിന് കൊടുത്ത
അല്ല, വലിയ അവിടെ പിന്തുണ, ഞാനൊന്ന് വലിയ ഇടപെടുന്നത് പിന്തുണ. ഒരു ഇപ്പോൾ കാര്യം ഞാൻ പറയും. ഞാനേ ശ്രീ ഫറൂഖ്, ഈ പറയട്ടെ. കഴിഞ്ഞ ദിവസമാണല്ലോ കോൺഗ്രസിന്റെ നേതാവ് അജയ് റായ് ഒരു റാഫേൽ വിമാനത്തിന്റെ ഫ്രണ്ടിൽ ഒരു നാരങ്ങയൊക്കെ കെട്ടിത്തൂക്കിയിട്ട് ഉള്ള ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ അതൊക്കെ ഒരു അപക്വമായ പ്രതികരണം എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരില്ല. ഒരുപക്ഷെ ഇത്തരം കോൺഗ്രസ്സുകാർ, അതായത് ഇത്ര ദിവസമായി എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളല്ലേ അതിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് സൂചിപ്പിച്ചത്. ശരി, ഞാൻ പറയാം. ഞാൻ പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പര്യടനമെല്ലാം വെട്ടിച്ചുരുക്കി നേരെ വന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഒന്ന് പ്രസംഗിക്കാനല്ല. അവിടെ സർവകക്ഷി യോഗം ചേർന്നപ്പോൾ ആ സർവകക്ഷി യോഗത്തിന് അദ്ദേഹം പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് കശ്മീരിലെ അവിടെ പരിക്ക് പറ്റിയവരെ പോയി കാണാൻ പോലും തയ്യാറായി. ഞാൻ പറയുന്നത്, ഇതിനെ ഞാൻ തൽക്കാലം നമ്മളെല്ലാം രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും നിഷ്ഠൂരമായ, ഇത്രയും ഒരു കൊലപാതകം, ഇത്രയും ഭീകരമായ പ്രവർത്തനം നടത്തിയവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാനും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ആഗ്രഹിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ഇനി രണ്ടാമത് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ലോകരാജ്യങ്ങൾ, ഇപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായി ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ റഷ്യ അവിടുത്തെ പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് ഇനി ആരും പോകരുത്, കാലത്തേക്ക് പോകരുതെന്ന് പറയുമ്പോൾ പൂർണ്ണമായും റഷ്യ നമ്മളോട് കൂടി സഹകരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ അഫ്ഗാൻ ദൗത്യമൊക്കെ തീർന്നതോടുകൂടി പാകിസ്ഥാനോട് ഒരു കമ്മിറ്റ്മെന്റ് ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനുമായി അമേരിക്കക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ പിന്തുണ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിക്ക് അയച്ച മെയിലിൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ പൂർണ്ണമായ പിന്തുണയും, അതോടൊപ്പം തന്നെ നാഷണൽ ഇന്റലിജൻസ് മേധാവി, ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയോട് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 1500 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കശ്മീർ വിഷയത്തിനകത്ത് ഞാൻ ഇടപെടുന്നില്ല എന്നുള്ളത്. അത് മാത്രവുമല്ല, ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ഒരേപോലെ സുഹൃത്തുക്കളാണ് എന്നും. അതെ, അതൊക്കെ എങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. എങ്കിലും ലോക രാജ്യങ്ങളിലൂടെ ഒരു പരിധി വരെയുള്ള പിന്തുണ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലെ ഈ ഭീകരവാദികളെ, ഈ തീവ്രവാദികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്ത് നമ്മുടെ രാജ്യത്തിന് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ ചൈന, അതുപോലെ തന്നെ ഇറാൻ, അതുപോലെ തന്നെ അസർബൈജാൻ, ഈ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പിന്തുണ ഒന്നും നമുക്കൊരു വിഷയമേ അല്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അവിടെ രാഷ്ട്രീയമില്ല. ഞാൻ വീണ്ടും പറയും, നമുക്ക് പറയാൻ പലതുണ്ട്, ചോദിക്കാൻ പല കാര്യങ്ങളുണ്ട്. അത് സർവകക്ഷി യോഗത്തിൽ ബഹുമാനീയ മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഇത്രയും വലിയ ഒരു സ്ഥലത്തേക്ക് പിന്നെ തീവ്രവാദികൾ എത്തിയത്, ഭീകരവാദികൾ എത്തിയത്, അതൊക്കെ നമുക്ക് വേറെ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ അതല്ല ചോദിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ അടിച്ച നമ്മുടെ പ്രിയപ്പെട്ട 27 പേരെ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവരെ തിരിച്ചടിക്കാൻ എല്ലാ തരത്തിലുള്ള പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെയാണ് ശ്രീ ഫറൂഖ് നേരത്തെ ഷാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ, നമ്മൾ തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമല്ല ഇന്ത്യ എന്നത് താങ്കൾക്കും അറിയാമല്ലോ. പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ്. ഈ പാകിസ്ഥാന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യ പാക് യുദ്ധസമയത്ത് അവരുടെ ആളോഹരി വരുമാനം കണക്കാക്കുമ്പോൾ ഇന്ത്യയേക്കാൾ മികച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഡേറ്റ ആധികാരികമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയുള്ളൊരു അറിവ് കൂടി ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ ആ രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആഭ്യന്തര കലാപം എന്നത് നിത്യസംഭവമായി മാറുന്നു. സൈന്യം എപ്പോഴും ഭരണാധികാരികളെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിഘടനവാദം അവിടെ ബലൂചിസ്ഥാൻ അടക്കമുള്ളവർ, തെഹ്രീക്ക് താലിബാൻ അടക്കമുള്ളവർ, അങ്ങനെ ഇപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ഭരണകക്ഷിയിൽ നിന്ന് വ്യത്യസ്തമായ പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഇതാ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണല്ലോ. പാകിസ്ഥാൻ അങ്ങനെയല്ല. അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എല്ലാ വശങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അത് സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുന്ന ജീവഹാനിയാകട്ടെ, നമ്മുടെ സൈന്യത്തിനുണ്ടാകാൻ പോകുന്ന ക്ഷതമാകട്ടെ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാകട്ടെ, അത് കണക്കാക്കി തയ്യാറെടുത്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു തിരിച്ചടിക്ക് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയിൽ വളരെ ഡിഫറെന്റ് ആണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു, ഇന്ത്യ എവിടെ കിടക്കുന്നു, സ്വാഭാവികമായിട്ടും അതിനകത്തും സംശയമില്ല. നമ്മൾ എല്ലാ തരത്തിലും ഈ കൂടിയാലോചനകൾ നടത്തി ഇതിന്റെ മുൻകൂട്ടി എടുക്കേണ്ട എല്ലാ തരത്തിലുമുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോകണം, അതിലും സംശയമില്ല. ഇതിനൊക്കെ മുമ്പ്
ഇവിടെ BJP ഭരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് ഇന്നത്തെ പല നേതാക്കന്മാരും അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അന്ന് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഭീകരവാദികൾ എങ്ങനെ കയറി, ഇവിടെ എത്രത്തോളം സൈന്യമില്ല, എത്രത്തോളം എത്രത്തോളം സാങ്കേതിക വിദ്യകളുള്ള ഈ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറഞ്ഞ പഴയ ട്വീറ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം ഇക്കാര്യത്തിൽ വളരെ പിന്തുണയാണ്, ഏറ്റവും വലിയ നല്ലൊരു പിന്തുണയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്, സൈന്യത്തിന്, അതുപോലെയുള്ള ഇതിനുവേണ്ടി മുന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി നൽകുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. ഇവിടെ വെറുതെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി തന്നെ ലഷ്കർ-ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയും മൃഗീയമായ കൊലപാതകം നടത്തുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി ഒരു ശരാശരി ഹൃദയമുള്ള ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നു. അതിന് കൂടെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാം. റൈറ്റ്. ഞാൻ വേണുഗോപാൽ സാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഷാബു പ്രസാദ് സാർ ഒന്ന് കൈ ഉയർത്തിയിരുന്നു എന്ന് തോന്നുന്നു. ഇവരെ ഇപ്പൊ ഇതേപോലെ ചാനലിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയോടൊക്കെ പറയും, ഞങ്ങൾ സർക്കാരിന് എല്ലാ പിന്തുണയുമാണ് കൊടുക്കുന്നത്, ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇവിടുത്തെ ട്വിറ്റർ ഹാൻഡിലുകളും പേഴ്സണൽ ഹാൻഡിലുകളും എല്ലാം പാകിസ്ഥാന് പ്രചരിപ്പിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലുമാണ്. ഇവിടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലാണ് അതിന്റെ അകത്ത് വന്ന മെസ്സേജ് എടുത്താണ് പാകിസ്ഥാൻ ഇന്ന് ലോകം മുഴുവനും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു പ്രസ്താവന കണ്ടില്ലേ, മോദിക്ക് അറിയാമായിരുന്നു അവിടെ ആക്രമണം നടക്കുവാൻ. അതിലൂടെ എന്താണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്? ഇതിന്റെ അകത്തോട് ഇവരെ ആരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ നിമിഷവും ഇതേപോലെയുള്ള പ്രസ്താവനകളിലൂടെ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, പ്രചരണായുധങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി പറയുന്നു ഇത് മോദി അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ്, മോദിക്ക് ഇത് അറിയാമായിരുന്നു എന്ന് ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യക്കാർ തന്നെ പറയുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ലോകം മുഴുവനും അവർ പിന്തുണ നേടാനുള്ള ആയുധങ്ങളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇവിടെ പറയുന്നു, അതായത് പാകിസ്ഥാന്റെ ശരിയാണ്, അംഗീകരിക്കുന്നു, അവർ ഇവിടെ ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അത് ഇവിടെയും അവർ നടത്തി. ഇത് വന്നു കഴിഞ്ഞ് ഇവരുടെ പ്രധാന കുടുംബത്തിലെ പ്രധാന മരുമകൻ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണമാണ് നിൽക്കുന്നത്, അതിന്റെ പ്രതികരണമാണ് ഇത് കണ്ടത്. ഇങ്ങനെ പലവിധ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടവർ അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. എന്നിട്ട് ഇതേപോലെ ചാനൽ വന്നിരുന്ന് പറയുന്നു ഞങ്ങളെല്ലാം പിന്തുണയും കൊടുക്കുന്നു, അത് അത്യാവശ്യമാണ്, ഇങ്ങനെയാണ്. ഇതിന്റെ പേരാണ് ഇരട്ടത്താപ്പ് എന്ന്. ഇപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞു, പണ്ട് ബോംബെ ആക്രമണം നടന്നപ്പോൾ മോദി പറഞ്ഞതിന്റെ കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോൾ ഇതേപോലെ രാഷ്ട്രീയം പറയും, എല്ലാവരും പറയും. അല്ലാതെ രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ഒരു വെല്ലുവിളിയുടെ നടുവിൽ നിൽക്കുമ്പോൾ അല്ല ഇത് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരു കാലത്തും ചെയ്തിട്ടില്ല. കോൺഗ്രസ് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു വശത്തുകൂടി ഇങ്ങനെ പറയുകയും മറുവശത്തുകൂടി ശരിക്ക് എങ്ങനെയൊക്കെ സർക്കാരിനെയും നമ്മുടെ സേനകളെയും മാനസികമായി തളർത്താൻ പറ്റുമോ അതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവന നിങ്ങൾ നോക്കൂ. മോദിക്ക് അറിയാമായിരുന്നു, അവിടെ മോദിക്ക് ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിരുന്നു, പഹൽഗാമിൽ കാശ്മീരിൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ആ മനുഷ്യൻ ഇതിൻ്റെ അകത്തോട് അർത്ഥമാക്കുന്നത്? ഇവർ പാകിസ്ഥാന് പ്രചരണായുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവരുടെ തന്നെ നേതാവായിരുന്ന ഇവിടെ മണിശങ്കരയ്യർ എത്ര തവണ പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്ന് പാകിസ്ഥാനിൽ പോയിട്ട് എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ രാജ്യം നേരിടുന്നത്. അത് പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെയോ കാര്യങ്ങൾ നമ്മുടെ സേന നോക്കിക്കോളും, അവർക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ രാജ്യത്തിനകത്ത് നടക്കുന്ന ഈ രീതിയിലുള്ള നീക്കങ്ങൾ, ഇതേപോലെയുള്ള ഗൂഢാലോചനകൾ, ഇതേപോലെയുള്ള പ്രതികരണങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെ പെട്ടെന്ന് ശ്രീ ഫറൂഖ്, അതായത് ഈ ഷാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ കേരളത്തിലെ തന്നെ കേരള കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് ആയിരുന്നു
പാകിസ്ഥാൻ ആയുധമാക്കിയത്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ മോദിയുടെ കശ്മീർ സന്ദർശനമടക്കം മാറ്റിവെച്ചിരുന്നു, അത്തരത്തിൽ ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് ഈ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ പരാമർശിച്ചു പോകേണ്ടത് എന്ന സംശയം ഉന്നയിക്കുന്നു. ഒരു കാര്യം പറയാം, ഇപ്പൊ ഷാബു പ്രസാദിന്റെ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നേ ഈ സംസാരത്തിലും. രണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അദ്ദേഹത്തിന്റെ പര്യടനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ വരുമ്പോ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് എന്താ? സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അവിടെ എല്ലാ ഓൾ പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എവിടെയായിരുന്നു? ഉണ്ടായിട്ടുണ്ടോ? നേരെ അദ്ദേഹം പോയത് എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിൽ എവിടെയാണ്? വലിയൊരു ജനസഞ്ചയത്തിന്റെ മുന്നിൽ ചെന്നിട്ടാണ് പ്രസംഗിച്ചത്. അപ്പൊ നമ്മൾ അതൊക്കെ പറയണമെങ്കിൽ കുറെ പറയേണ്ടി വരും. ഞാനിത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതല്ല പറയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്റലിജൻസിന്റെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ച ഉണ്ടെങ്കിൽ വീഴ്ച ഉള്ളത് തന്നെ പറയണ്ടേ? ഇന്റലിജൻസിന്റെ വീഴ്ച ഇല്ലായിരുന്നാണ് പറഞ്ഞത്. വീഴ്ച ഉണ്ടെങ്കിൽ വീഴ്ച ഉണ്ടെന്നല്ല. കാരണം ഒരു കൊതുക് വന്നിരിക്കുന്നത് പോലും കണ്ടെത്താൻ കഴിയുന്ന ഇന്റലിജൻസ് ഉണ്ടാവും. ഇന്റലിജൻസ് വീഴ്ച ഇല്ലായിരുന്നു എന്നാണ് ഖാർഗെ പറഞ്ഞത്. ശ്രീ ഫറൂഖ്, അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ വീഴ്ചയല്ലല്ലോ. ഭരണകൂടം അത് ബോധപൂർവം ആ കണ്ടെത്തലിനെ മാറ്റിവെച്ചു എന്നുള്ളതല്ലേ അതിൽ അർത്ഥമാകുന്നത്? അതെ, ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയ കാര്യം, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എങ്ങനെയാണ് ഇത്തരം തരത്തിൽ വന്നത് എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഒരു ചർച്ച. പിന്നെ അദ്ദേഹം പറഞ്ഞു മണിശങ്കർ അയ്യർ ഞാൻ പറഞ്ഞുതരാം. മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ പോയി എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. നവാസ് ഷെരീഫ് അദ്ദേഹത്തിന്റെ ഒരു ചായ സൽക്കാരത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും വിമാനം കയറി കെട്ടിപ്പിടിച്ച ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും താങ്കൾ മറക്കരുത്, അത് താങ്കൾ മറന്നു പോകരുത്. അല്ല, ആ സമയത്തൊക്കെ ഇന്ത്യ വിരുദ്ധമായി എന്താണ് നടന്നിട്ടുള്ളത് ശ്രീ ഫറൂഖ്? അതിനെ താങ്കൾ താരതമ്യം ചെയ്യുന്നതിനോട് യോജിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് നിങ്ങൾ കൊടുത്ത ഈ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും കൊടുത്ത മെസ്സേജ് എന്താണെന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി കെട്ടിപ്പിടിച്ച ചരിത്രം ഇതിന്റെ മുന്നിലുണ്ട്. അപ്പൊ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു അന്ന് ഈ ബോംബെയിലുണ്ടായ അജ്മൽ കസബ് നടത്തിയ അക്രമം, അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് റാലിയിൽ എന്തും പറയാം, മാധ്യമങ്ങൾ മുന്നിൽ വേറൊന്ന് പറയാം. അങ്ങനെയാണോ ബിജെപിയുടെ ആ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് റാലിയിൽ എന്തും പറയാം, അല്ലെങ്കിൽ ഇതുപോലെ ചാനലിലോ അല്ലെങ്കിൽ അന്ന് ട്വീറ്റ് ചെയ്യുന്നതോ വേറെ ആകാം എന്നുള്ളതാണ്. അങ്ങനെയാണോ? ഈ സംഭവം നടന്നിട്ടും പ്രധാനമന്ത്രി എവിടെ പോയിട്ടാണ് ആദ്യം സംസാരിച്ചത്? തെരഞ്ഞെടുപ്പിന്റെ റാലി തന്നെ പറയാം. ബീഹാറിൽ നിതീഷ് കുമാറൊക്കെ തെരഞ്ഞെടുപ്പ് റാലി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിക്കണ്ട. താങ്കൾ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നത് വസ്തുതയാണ്. പക്ഷെ അവിടെ ഈ സൂചിപ്പിച്ചതുപോലെ അതിന് ഒരു തെരഞ്ഞെടുപ്പ് റാലി രാഷ്ട്രീയമുണ്ടാകാം. മുന്നൊരുക്കങ്ങൾക്കുള്ള റാലി, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കുള്ള റാലി. ശരി, തെരഞ്ഞെടുപ്പ് റാലിയല്ല, അത് പഞ്ചായത്ത് ഷാബു പ്രസാദ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിന് വേറെ ആളുകൾ കാണാം. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുള്ള റാലിയിൽ പോയിട്ടാണ് പറയുന്നത്. എന്താണ് പറയേണ്ട ആവശ്യം? ലോകത്തോടാണ് പ്രധാനമന്ത്രി അതിനകത്ത് സംസാരിച്ചത്. ഓൾ പാർട്ടി മീറ്റിംഗിൽ എന്താ പറഞ്ഞത്? എന്താണ് ഓൾ പാർട്ടി മീറ്റിംഗിൽ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന അദ്ദേഹം സൗദി അറേബ്യയുടെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. ഏൽപ്പിച്ചിട്ടോ? പ്രധാനമന്ത്രിക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലിയാണോ? പ്രധാനമന്ത്രി എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലിയാണോ? പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ശരി, ഉത്തരവാദിത്തപ്പെട്ട അതായത് ശ്രീ ഫറൂഖ്, താങ്കൾ എന്താണ് പറയുന്നത്? അതായത് അത്തരം ഓൾ പാർട്ടി മീറ്റിംഗിൽ നിന്നടക്കം ബോധപൂർവമായി പ്രധാനമന്ത്രി മാറി നിന്നു. ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വന്നേക്കാം അദ്ദേഹം, അങ്ങനെ മാറി നിന്നു എന്നാണോ? സ്വാഭാവികമല്ലേ, ഞങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ ഓൾ പാർട്ടി മീറ്റിംഗിനകത്ത് ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, അതിൽ പങ്കെടുക്കാതെ ബീഹാറിൽ പോകുന്നു. എവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമുള്ള കാര്യം? അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട് പറയാം, കേരളത്തിലെ ട്വിറ്റർ ഹാൻഡിലുകളിൽ വരുന്ന മെസ്സേജ് പാകിസ്ഥാൻ എടുത്ത് ആയുധമാക്കുകയാണ്. കോൺഗ്രസ് AICC എല്ലാം വ്യക്തമായി കോൺഗ്രസിന്റെ നിലപാട് ഷാബു പ്രസാദ് അവർ
കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധി അതെല്ലാം വിവരിച്ചിട്ടുണ്ട്. AICC പറഞ്ഞിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങളൊന്നും ദേശസ്നേഹം പഠിപ്പിക്കാൻ നിങ്ങളായിട്ടില്ല. ഞങ്ങൾക്ക് 971 നിങ്ങൾക്കറിയാം ശ്രീമതി ഇന്ദിരാഗാന്ധി ഇതേപോലെ കിഴക്കേ പാകിസ്ഥാൻ ഒരു യുദ്ധ സമയത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനോട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാകിസ്ഥാന് വേണ്ടി പറഞ്ഞപ്പോ ആ യുദ്ധക്കപ്പൽ ഇങ്ങോട്ട് വന്നാൽ ചാരമായി തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് 93,000-ൽ പരം വരുന്ന സൈനികരെ കൊണ്ട് ബാബു നമുക്ക് തിരികെ വരാം. രണ്ടുപേരിലേക്കും തിരികെ വരാം. ശ്രീ വേണുഗോപാൽ, അതാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പോകുന്നു. ഇപ്പോൾ നടന്ന ഈ സംവാദം തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. രാഷ്ട്രീയമായി അടക്കം ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ അടിയന്തിരമായി നമ്മൾ സ്വീകരിച്ച നിലപാടുകളുണ്ട്. അത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തി എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റായി പാക് പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥരെ, അതായത് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അടക്കം വിളിപ്പിച്ച് നിങ്ങൾ അസ്വീകാര്യരാണ് എന്ന് കൃത്യമായി അറിയിച്ചുകൊണ്ട് 7 ദിവസത്തെ സമയം മാത്രം നൽകി. അതിർത്തി പ്രദേശങ്ങളടക്കം അടയ്ക്കുന്നു. അതേസമയം തന്നെ ഈ മറുഭാഗത്ത് ഇത്തരം രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയമായ മറുപടികൾ മാത്രമാണോ പ്രധാനപ്പെട്ടത്? ഇപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലടക്കം ലഭിക്കുന്ന ഒരു പിന്തുണ, അതുകൂടി ഉത്തരവാദിത്തം, അതിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടി കേന്ദ്ര സർക്കാരിനുണ്ട്. ഒരു പക്ഷേ അവിടെ നമ്മുടെ രാജ്യം ഒറ്റപ്പെട്ടു പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നുവെങ്കിൽ രാഷ്ട്രീയമായി അത് കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ മറുപടി നൽകേണ്ട ഒന്നായി മാറുമായിരുന്നില്ലേ? അപ്പോൾ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ താങ്കൾ ഏത് നിലയിൽ ആണ് വിലയിരുത്തുന്നത്? ഞാൻ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം നടത്തിയത് ചൈനയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനാണ്. അദ്ദേഹം ലീ ജിങ് പിങ്ങിനെ ഇവിടെ കൊണ്ടുവന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഉടൻ തന്നെ സംഭവിച്ചത് എന്താണ്? ഡോക്ലാം അടക്കമുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ബോധ്യമായി, ഒരു കാര്യം ബോധ്യമായി അദ്ദേഹത്തിന്, ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രമായി, സൈനികമായിട്ട് ശക്തമായ ഒരു രാഷ്ട്രമാകണമെന്നുള്ള ചിന്താഗതി അവിടെ വന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമായിട്ട് ആർമിയുടെ ഒരു ശാക്തീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ഇന്ത്യൻ ആർമി സുശക്തമായി വന്നു. കാരണം അദ്ദേഹം ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നെങ്കിലും നമ്മളെ വരട്ടുകയാണെങ്കിൽ തിരിച്ചു വരട്ടാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാശ്മീരിൽ പോയി അദ്ദേഹം നമ്മുടെ സൈനികരോട് ആ സന്ദർഭത്തിൽ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ശത്രുവിനോട് മിത്രമാകാൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ശക്തിയാണ് നമുക്ക് കാണിക്കേണ്ടത്, ശക്തി മാത്രമായിരിക്കും നമ്മുടെ ആയുധമായി അന്ന് വരിക. ആ തയ്യാറെടുപ്പ് വളരെ ഭംഗിയായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ ശ്രീ ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹം ആദ്യ ടൈമിൽ സെക്രട്ടറി ആയിട്ടും വിദേശകാര്യ സെക്രട്ടറി ആയിട്ടും രണ്ടാം ടൈമിൽ വിദേശകാര്യ മന്ത്രിയുമായി വന്നുകൊണ്ട് നടത്തിയ ആ ഒരു കോണ്ടാക്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി എന്നുള്ളതിലേക്ക് ശ്രീ നരേന്ദ്രമോദി നടത്തിയ ലോകമൊത്തമുള്ള ഒരു കോണ്ടാക്ട്, ആ ഡിപ്ലോമസിയാണ് ഇന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. ഇന്ത്യക്ക് ആരും ശത്രുക്കളല്ലാത്ത വിധത്തിൽ ഏതാണ്ട് ഒരു പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന, ചൈനയെ പോലും ഒറ്റപ്പെടുന്ന ഡിപ്ലോമാറ്റിക് അപ്പാർത്തിയുടെ എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന വിധത്തിൽ പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടുത്തി. അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു നീക്കം വന്നത് ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ UN അസംബ്ലിയിൽ എടുത്ത നിലപാടെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് അലക്കി ഒരു എൻക്വയറി വെപ്പിച്ച് ഈ പ്രശ്നം തീർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യയുടെ പ്രതിനിധി അവിടെ ശക്തമായിട്ട് ഇത് മുഴുവൻ പ്രൂവ് ചെയ്തുകൊണ്ട് ഖ്വാജ അസീം വരെ നടത്തിയ പ്രതിരോധ മന്ത്രി നടത്തിയ ആ സംസാരം വരെ അവിടെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇതൊരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പറയുന്ന സന്ദർഭം ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ പിന്നെ ആലോചിച്ചത് എന്താണ്? ഇത് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് കൊണ്ടുവരിക. അവിടെയാണെങ്കിൽ ഞാനും ചൈനയും മാത്രമേ ഉള്ളൂ, ഇന്ത്യ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ രാഷ്ട്രങ്ങളെ കൊണ്ട് നമ്മളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അവിടെ ഒരു മധ്യസ്ഥതയോ ഒരു എൻക്വയറിയോ എന്തെങ്കിലും വെക്കിപ്പിക്കാവുന്നതാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ശ്രീ ജയശങ്കർ ചെയ്ത ഒരു നടപടിയുണ്ട്. ഈ മീറ്റിങ്ങിന് കയറുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹം അതിലെ
13 രാഷ്ട്രങ്ങളെയും ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനും ചൈനയും ഒഴിച്ച് മുഴുവൻ രാഷ്ട്രങ്ങളുമായി അദ്ദേഹം നയതന്ത്ര ബന്ധം അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അവിടെ ഇല്ല. അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ഞങ്ങൾ അവിടെ ഇല്ല, അതുകൊണ്ട് ഒറ്റയാൻ പ്രകടനം നടത്താൻ പാകിസ്ഥാനെ അനുവദിക്കരുത് എന്ന് അദ്ദേഹം ഈ 13 രാഷ്ട്രങ്ങളോടും പറഞ്ഞത് ഏറ്റു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു മണിക്കൂർ ഏതാണ്ട് സമയം നടന്നുള്ളതാണ് ചർച്ച ഇതൊന്നും പുറത്ത് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. പക്ഷേ ABC, BBC അതുപോലെ തന്നെ ഖാലിദ് മുഹമ്മദ് ഖിഗാരി എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൻ്റെയൊക്കെ ചാർജുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ UN ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിൽ നിന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു 1.25 മണിക്കൂറിനകത്തേ നടന്നു. ഇപ്പോൾ 15 രാഷ്ട്രങ്ങൾ സംസാരിച്ചാൽ 3 മിനിറ്റ് സംസാരിക്കാൻ കിട്ടുന്നുള്ളൂ കഷ്ടിച്ച്. അതിൽ തന്നെ പാകിസ്ഥാനെ കൂടുതൽ സംസാരിക്കാൻ പലരും സമ്മതിച്ചില്ല, കാരണം നിങ്ങൾ ഏകപക്ഷീയമായി സംസാരിക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇരുന്നു കൊണ്ട് അയൽ രാജ്യത്തിന് അണുബോംബ് ഭീഷണി നടത്തിയത് ശരിയായില്ല എന്ന് ചൈനയെ ഒഴിച്ച് മുഴുവൻ രാഷ്ട്രങ്ങളും പറയുന്ന സാഹചര്യം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടെൻഷൻ നിൽക്കുമ്പോൾ ബോർഡറിൽ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയത് തികച്ചും സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു അംഗമെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റിക്ക് യോജിക്കാത്തതാണ് എന്ന് വരെ പറയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ജയശങ്കർ ഡിപ്ലോമസിയാണ്. അത് നമ്മൾ നിസ്സാരമായി കണ്ടാൽ, പക്ഷേ അപ്പോഴും ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഖ്വാജ ആസിഫ് നിർത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം ഒന്നെങ്കിൽ ഞങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ ലോകത്താരും ഉണ്ടാകില്ല എന്നാണ്. അതായത് ഈ ആണവായുധത്തെ തന്നെയാണ് നേരത്തെ അദ്ദേഹം നടത്തിയത്. 130 ആണവായുധങ്ങൾ ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമെന്നാണ് എങ്കിൽ അത് കുറച്ചുകൂടി കടത്തി പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. നിങ്ങൾ പാകിസ്ഥാന്റെ എല്ലാ ഈ റിട്ടറിങ്ങിനെയും ഈ ബഹളങ്ങളെയും നമ്മൾ കാണേണ്ട 2 വിധത്തിലാണ്. ഒന്ന്, അവരുടെ വിലാപമാണ്. അതിനാണ് അവർ ഈ ഞങ്ങൾ മധ്യസ്ഥത വേണം, ഒരു എൻക്വയറി നടത്തണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഒരു വിലാപമാണ് അവരുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിക്വസ്റ്റ്. ഇന്റേണൽ ആയിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് ആണ്. ഞങ്ങൾ ആണവായുധമുള്ളവരാണ്, ഞങ്ങൾ അങ്ങനെ അടിച്ചുകളെയും തകർത്തുകളെയും. ഇതെന്തിനെന്നറിയാമോ? മൊറയിൽ നഷ്ടപ്പെട്ട് പട്ടിണിയിൽ കിടന്ന് ഈ ഗവൺമെൻറ്റിനെ വെറുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ജനതയോട് എന്തെങ്കിലും പറയണമല്ലോ, ഒരു സ്റ്റിമുലേഷൻ, ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രതിരോധ മന്ത്രിയോ പറയാനുള്ള ആ ഒരു സ്റ്റിമുലൻ്റാണ് ഈ ഡയലോഗുകൾ എന്ന് കണ്ടാൽ മതി. ഇത് രണ്ടും ഒന്നല്ല. ഒന്ന് അകത്തുള്ളവരോട് ബോധ്യപ്പെടുത്താൻ. കാരണം ഞങ്ങളിപ്പം തകർത്തുകളെന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ചിരിക്കുകയാണ്. പക്ഷേ ഇത് പറയുന്നത് നമ്മളോടല്ല, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളോടല്ല, അകത്തുള്ള ജനതയോടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നമ്മുടെ എല്ലാ സാധനവും ഇരിക്കുകയാണ്, ഇവനെ 5 മിനിറ്റ് കൊണ്ട് തകർത്തുകളയും എന്ന് പറയാണ്. എന്നിട്ട് പുറത്ത് പറയുന്നത് ഇങ്ങനെ എത്രയും പെട്ടെന്നൊരു എൻക്വയറി നടത്തണം, അതിർത്തിയിൽ ഒരു സമ്മേളനം ഉണ്ടാക്കണം. ഗുട്ടറസിന്റെ കാൽക്കൽ വീഴുകയാണ്, ചൈനയുടെ കാൽക്കൽ വീഴുകയാണ്, വീറ്റോ വരെ പ്രയോഗിക്കാനാണ് പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഈ ശശി തരൂരിനെ പോലെ ഈ ഐക്യരാഷ്ട്രസഭയിലടക്കം അനുഭവ സമ്പത്തുള്ള നേതാക്കൾ പറഞ്ഞത് ഒരു കാരണവശാലും അത്തരത്തിൽ ഏതെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായോ ഒന്നും ഒരു പ്രമേയം ഉണ്ടാകില്ല. അതിപ്പോൾ പാകിസ്ഥാനെതിരെ ഒരു പ്രമേയം വന്നാൽ ചൈന അത് വീറ്റോ ചെയ്യുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതാണ് ജയശങ്കർ ഈ 13 രാഷ്ട്രങ്ങളോടും പറഞ്ഞത്. അവിടെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാവാനുള്ള അവസരം കൊടുക്കരുത്. കാരണം റെസൊല്യൂഷൻ അനുകൂലമായിട്ട് വന്നാൽ ചൈന എതിർക്കും, പ്രതികൂലമായിട്ട് വന്നാൽ അത് രണ്ടിനും അവസരം കൊടുക്കരുത്. എന്തായാലും ലോകരാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണയുള്ള സ്ഥിതിക്ക് ഇനി അടുത്ത് സൈനിക നീക്കമോ എന്നുള്ളതാണ്. ശ്രീമതി വിനീത ഹരിഹരൻ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി വിനീത, ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല. ചില വിമർശനങ്ങളടക്കം കേന്ദ്ര സർക്കാരിന് നേരെ ഉയരുമ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പറയുന്നത് ഇത് ഏറ്റവും ഉചിതമായ സമയമാണല്ലോ എന്നുള്ളതാണ്. കാരണം ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ ഒരു പിന്തുണ, ഒരുപക്ഷെ ചൈന പരസ്യമായി ഇന്ത്യയെ പിന്തുണയ്ക്കും എന്ന് കരുതാനാവില്ല, ഒരുപക്ഷെ പാകിസ്ഥാന് രഹസ്യമായി സഹായവും നൽകിയേക്കാം. ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ഒറ്റപ്പെട്ട രാജ്യങ്ങൾ, എന്നാൽ അതൊന്നും വലിയ ശക്തികളായി കാണേണ്ടതുമില്ല. മാത്രമല്ല ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലടക്കം ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ അതും വ്യക്തമാണ്. അപ്പോൾ ഇനിയുള്ളത് സൈനിക നീക്കം, അതിനിനിയും വൈകേണ്ടതുണ്ടോ എന്നുള്ളതാണ് സംശയം. ശ്രീമതി വിനീത, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. അതെ കേൾക്കാം. ഓക്കെ, നമസ്കാരം.
അല്ല, ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിയാൽ ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കി, ലൈക്ക് നമ്മൾ ആ ടെററിസ്റ്റ് ആരൊക്കെ ആയിരുന്നു എന്ന് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. മുഴുവൻ ആർമിയും ആം ഫോഴ്സസും അതിൽ വേണ്ടിയിട്ട് വി ഹാവ് സെൻറ്റ് ഇറ്റ് ഔട്ട് അവർ നമ്മളെ കണ്ടുപിടിച്ചു. അതായിരുന്നു ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് നമുക്ക് ഉണ്ടാവുന്നത്. ആർമി ആയാലും നേവി ആയാലും ആം ഫോഴ്സസ് ആയാലും അതിനൊക്കെ ഒരു പ്രിപ്പയർഡ്നെസ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേവിയുടെ പ്രിപ്പയർഡ്നെസ്സും ഉണ്ട്, ആം ഫോഴ്സസിന്റെ പ്രിപ്പയർഡ്നെസ്സും ഉണ്ട്. പിന്നെ നമ്മൾ റഷ്യൻ മിസൈൽസും പ്രൊക്യൂർ ചെയ്യാനായിട്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ടുണ്ട് മെക്കാനിസം. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഇൻഡിജിനസ് പ്രൊഡക്ഷൻ ഓഫ് മിസൈൽസും അതിന്റെ ഒരു കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇമ്മീഡിയറ്റ് സ്ട്രൈക്കും ഇമ്മീഡിയറ്റ് റിറ്റാലിയേഷന്റെ കാട്ടിലും ഇപ്പൊ മെച്യൂർഡ് ഡെമോക്രസി ആയിട്ടാണ് നമ്മൾ, മെച്യൂർഡ് നേഷൻ ആയിട്ടാണ് നമ്മൾ പ്രതികരണം ഉണ്ടാവുന്നത്. ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ്, സ്ട്രക്ചേർഡ് റെസ്പോൺസ് ആണ് നമ്മുടെ ഉണ്ടാവുന്നത്. രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിലും പാകിസ്ഥാൻ ഇസ് ഓൾസോ അവരുടെയും അറ്റാക്സും അവരുടെയും മിസൈൽ കപ്പാസിറ്റീസും അവർ ഷോ ഓഫ് സ്ട്രെങ്ത് നടത്തുന്നുണ്ട്. LOCയിൽ എല്ലാ ദിവസവും സ്കർമിഷസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിലും ഇന്ത്യ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ ഡിഫൻസ് മെക്കാനിസംസും ഡിഫൻസ് കപ്പാസിറ്റീസും നമ്മൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മെഷേർഡ് കാലിബ്രേറ്റഡ് റെസ്പോൺസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇന്നും നാളെയായിട്ട് കുറെ മോക്ക് ഡ്രിൽസും ഉണ്ടാവുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡ്രിൽസ് ഉണ്ടാവുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് ഫിറോസ്പൂരിലാണ് ഏറ്റവും ആദ്യം നമ്മൾ ഡ്രിൽ നടത്തുന്നത്. ഫിറോസ്പൂർ ഒരു വലിയൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിരുന്നു, അതറിയാം. അത് ബോർഡറിലുള്ള ഒരു പഞ്ചാബിൽ ഒരു വെരി വൾണറബിൾ പ്ലേസ് ആയ കാരണം അവിടെയാണ് ആദ്യം നമ്മൾ ഈ ഡാർക്ക് എന്താ പറയുക ലൈറ്റ് ഔട്ട് ആയിട്ട് 9 to 9:30 PM ആ ഒരു ഡ്രിൽ നടത്തിയത്. പിന്നെ അതേപോലെ എല്ലാ ഡിസ്ട്രിക്ട്സും നാളെ May 7th നടക്കുന്നതായിരിക്കും ഈ ഡ്രിൽ. അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് നടക്കുകയാണ്. വി ആർ ഓൾ പ്രിപ്പയർഡ് ഫോർ എനി സിറ്റുവേഷൻ എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതോടൊപ്പം ഈ പറയുന്നത് പോലെ, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം എന്ന നിലയിൽ അത് സൈനികമായി മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ജലകരാറിൽ നിന്നടക്കം മരവിപ്പിച്ച് നിർത്തുന്ന സാഹചര്യം, അതിർത്തി അടച്ചിടുന്ന സാഹചര്യം, സാമ്പത്തികമായി ഉള്ള ഉപരോധങ്ങൾ, അതോടൊപ്പം തന്നെ വ്യോമപാത അടക്കമുള്ള ഉപരോധങ്ങൾ. ഇതിനൊക്കെ അപ്പുറത്ത് കൃത്യമായൊരു സൈനിക നടപടി കൂടി ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും പാകിസ്ഥാൻ അതൊരു സന്ദേശമായി മാറുക എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനി ഏറെ വൈകില്ല എന്നുള്ളതാണോ താങ്കളുടെ നിരീക്ഷണം? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ഒരു ഷോ ഓഫ് സ്ട്രെങ്ത്തും നമ്മുടെ ഒരു പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞ പോലെ എല്ലാം നടത്തുന്നുണ്ട്. നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ ഒരു വി ഹാവ് ഇൻഡിക്കേറ്റഡ് നമ്മൾ ഒരു സ്ട്രോങ് നേഷൻ ആണ് ഇൻ ഓൾ റെസ്പെക്ട്സ്. നമ്മൾ സ്ട്രോങ് നേഷൻ ആണ്. നമ്മുടെ ഒരു കാലിബ്രേറ്റഡ് റെസ്പോൺസ്, ആദ്യം ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ റെസ്പോൺസും അങ്ങനെ ഒരു മെഷേർഡ് റെസ്പോൺസ് ആയിരുന്നു. ഇപ്പൊ ലാസ്റ്റിലാണ് നമ്മൾ ആർമി, നേവി, ആം ഫോഴ്സസ് എല്ലാവരുടെയും ഒരു ഡിസ്പ്ലേ ഓഫ് സ്ട്രെങ്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിസ്പ്ലേ ഓഫ് സ്ട്രെങ്ത്, ഇതൊരു വാർണിംഗ് തന്നെയാണ് പാകിസ്ഥാനിന് ദാറ്റ് എനി ടൈം വി ആർ പ്രിപ്പയർഡ് ഫോർ ദ അൾട്ടിമേറ്റ് ഒരു സിറ്റുവേഷൻ. യെസ്, തീർച്ചയായും. ശ്രീ ഫറൂഖ്, താങ്കൾ നേരത്തെ ഉന്നയിച്ച ഒരു ആരോപണം എന്നത് എന്തുകൊണ്ട് അടിയന്തരമായി വിളിച്ച ഓൾ പാർട്ടി മീറ്റിംഗിൽ അടക്കം പ്രധാനമന്ത്രി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ പിന്നീട് പ്രധാനമന്ത്രിയുടെ സന്ദർശനമടക്കം പറഞ്ഞു. ഇപ്പോഴിതാ ഈ ചർച്ച നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് UK-യുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിവിടെ സ്വതന്ത്ര വ്യാപാര കരാർ, ഇരട്ട നികുതി ഒഴിവാക്കൽ ഉടമ്പടിയിലടക്കം ഇന്ത്യ ഒപ്പുവെക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആക്ടിവിറ്റികൾ. അന്ന് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ എത്തുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ എത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്നൊന്നും പിന്നോട്ട് പോകുന്നില്ല. അപ്പോൾ പാകിസ്ഥാന് എതിരായ ആക്രമണത്തെ ഇന്ത്യയുടെ ആക്ടിവിറ്റികളിൽ ഒന്ന് എന്ന നിലയിൽ മാത്രമാണ് ഈ രാജ്യം കാണുന്നത് എന്നുകൂടിയല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനിടയിലാണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ കൃത്യമായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് നയതന്ത്ര പിന്തുണ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആർജിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇവിടെ ആദ്യം തന്നെ ചർച്ച തുടങ്ങുമ്പോൾ നിങ്ങൾ എന്റെ സംസാരം മുഴുവൻ കേട്ടിട്ടുണ്ടാവും, എന്റെ പ്രതികരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും ഇവിടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണം ഉന്നയിക്കാനോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഷാബു പ്രസാദ് ഇവിടെ വന്നിട്ട് കോൺഗ്രസിന്റെ കാര്യങ്ങളും കോൺഗ്രസ് അങ്ങനെ ചെയ്തത്, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തത്, അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചത് എന്താണ്,
ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നു ശ്രീ നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി വരുന്ന ആ രാത്രിയൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, എല്ലാ പിന്തുണയും കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രതിപക്ഷ കക്ഷികൾ, രാഷ്ട്രീയവും കക്ഷിയും മതവും ജാതിയും വർണ്ണവും എല്ലാം ഒഴിവാക്കി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നേരെ പോയി. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ല. അദ്ദേഹം ഇവിടെ വന്ന് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മോശമായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെയൊന്നും അല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നടത്തുന്ന നമ്മുടെ നയതന്ത്ര വിഷയങ്ങൾ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം സിന്ധു നദി ഈ കരാർ പിൻവലിച്ചത് അത് പാകിസ്ഥാന് വലിയ പ്രഹരമാണ്. അതാണ് ഇതിനകത്ത് തെറ്റ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ശ്രീ നരേന്ദ്രമോദി ആദ്യം ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നത്? അദ്ദേഹം ആദ്യം തന്നെ വന്ന് ജനങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ്, ഞാൻ പറയും ഓൾ പാർട്ടി മീറ്റിംഗ് വളരെ ലാഘവത്തോടു കൂടി കാണണം എന്നാണോ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്? ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തിട്ടില്ല. അത് പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇദ്ദേഹമാണ് ഉണ്ടാക്കി തന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക രാഷ്ട്രങ്ങളിൽ നിന്നും പരമാവധി പിന്തുണ തേടുകയാണ്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞു ചൈനയുടെ ഒരു കാര്യം. ചൈന നമ്മൾ കുറെ അടുക്കാൻ ശ്രമിച്ചു, ചൈനയുമായിട്ടുള്ള നമ്മളുടെ നയതന്ത്ര ബന്ധങ്ങൾ ഒന്നുകൂടി ഊർജിതമാക്കി എന്നൊക്കെ പറയുമ്പോഴും ചൈന നമ്മുടെ പല പ്രദേശങ്ങളും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്ര ലോക രാജ്യങ്ങൾ ഇത്രയേറെ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അധികമൊന്നും വൈകിപ്പിക്കുക. കാരണം ഞാനൊരു സാധാരണ ഒരു പൗരനിലേക്കാണ്, സാധാരണ ഒരു ഇന്ത്യയിൽ ജനിച്ച എന്റെ ഒരു വികാരമാണ് ഞാൻ പറയുന്നത്. എന്റെ സഹോദരങ്ങളെയാണ്. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് കക്ഷിയും രാഷ്ട്രീയം മതമൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ തോക്കി മുൻനിർത്തിയിട്ട് മതം ചോദിച്ചു, പേര് ചോദിച്ചു കൊന്ന ആതിരയുടെ കരച്ചിൽ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 6 ദിവസം മാത്രം കല്യാണം കഴിഞ്ഞ് 6 ദിവസം മാത്രം ഉള്ള ഒരു ഫാമിലിയിൽപ്പെട്ട സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വേദന നമ്മൾ കണ്ടു. ഇത് കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാണ്, എത്രയും പെട്ടെന്ന് ഈ ചെയ്തവന്മാരെ കൊല്ലണം, ഈ ചെയ്തവന്മാരെ ഇല്ലാതാക്കണം. ഇത്തരം നിഷ്ഠൂരമായ ഇത്തരം പ്രവൃത്തി നടത്തിയ, ഈ കൊലപാതകം നടത്തിയ ഈ ഭീകരവാദികളെ, തീവ്രവാദികളെ അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ പോകണം, അതിന് നടപടി ഉണ്ടാകണമെന്ന് ഒരു പൗരനിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞതാണ്. അതാണ് ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞത്. അദ്ദേഹമാണ് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ രാഷ്ട്രീയം തിരിച്ചു പറയാൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന്റെ മുമ്പ് യുദ്ധം നടന്ന, ഞാൻ 1971 ഇതുപോലെ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് നമുക്കറിയാണ് അമേരിക്ക അപ്പുറത്തായിരുന്നു. അമേരിക്കന്റെ 7ാം യുദ്ധക്കപ്പലൊക്കെ അയക്കുന്നു, പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുന്നു പറഞ്ഞപ്പോ ഡൽഹിയിൽ നിന്നൊരു കോളാണ് ഇന്ദിരാഗാന്ധിയുടെ. ആ കോൾ എന്താ പറഞ്ഞതെന്ന് അറിയും, നിങ്ങൾക്ക് 7ാം യുദ്ധക്കപ്പൽ ഇങ്ങോട്ട് അയക്കാം, പക്ഷെ തിരിച്ചു വരുന്നത് ചാരമായിട്ടായിരിക്കും നിങ്ങളെ കപ്പൽ മതിലുള്ള സൈനികരെന്ന് പറഞ്ഞ് 93,000-ൽ പരം സൈനികരെ കാലിനടിയിൽ വന്ന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, അതാണ് ഇന്ത്യയുടെ ചരിത്രം എന്നത് കൂടിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. റൈറ്റ്. ശ്രീ ഷാബു പ്രസാദ്, അതാണ് രാഷ്ട്രീയമായി ചർച്ചകളാകാം, രാഷ്ട്രീയമായി വിയോജിപ്പുകളൊക്കെ ആകാം. അപ്പോഴും ഈ സൂചിപ്പിക്കുന്നത് പോലെ ചരിത്രം പരിശോധിച്ചാലൊക്കെ എപ്പോഴും ഇന്ത്യ ഈ യുദ്ധതന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴെല്ലാം അന്താരാഷ്ട്ര യുദ്ധ ന്യായങ്ങൾ പിന്തുടരുന്ന, അല്ലെങ്കിൽ അത്തരം ചട്ടങ്ങളൊന്നും ലംഘിച്ചുകൊണ്ട് ഇതുവരെയും ഇന്ത്യ ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ ആസന്നമായി ഇപ്പോൾ 2019 അല്ലെങ്കിൽ 2014 ഒക്കെ സംഭവങ്ങൾ പോലും അത് സൈനിക ഏറ്റുമുട്ടലുകൾ എന്ന് പറയുമ്പോൾ പോലും അവിടെയും ഈ സാധാരണക്കാരായ ആളുകൾക്ക്, പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇന്ത്യ പ്രവർത്തിച്ചിട്ടില്ല. ഇതിപ്പോൾ ഈ ജലയുദ്ധം എന്നതുപോലും പാകിസ്ഥാനെ, അവിടുത്തെ സാധാരണക്കാരായ ആളുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇനിയുള്ള ഒരു നീക്കം അതും ഈ തീവ്രവാദ കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാനാകുമോ? ഇപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും സയ്യിദ് താമസിക്കുന്നതൊന്നും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട മേഖലയിലല്ല, അതും ഒരു ജനവാസ കേന്ദ്രത്തിൽ നിന്നാണല്ലോ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചില കാഷ്വാലിറ്റികളടക്കം പാകിസ്ഥാനിൽ ഉണ്ടായാൽ പോലും അങ്ങനെയുള്ള ഒരു ആക്രമണവും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്ന് നിരീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല അഭിലാഷേ, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. എന്താണ് നമ്മുടെ സൈന്യം പ്ലാൻ ചെയ്യുന്നത് എന്ന്. എന്തായാലും സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നുള്ള കാര്യത്തിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി. എന്നാൽ അവർ ഒരു ശത്രു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് എപ്പോൾ, എങ്ങനെ എന്ന് അത് നമ്മുടെ വൈകാരികതയ്ക്ക് അനുസരിച്ച്
ഒരു സൈന്യത്തിന് തീരുമാനിക്കാൻ കഴിയില്ല. സാധിക്കില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അത് വളരെ ഫാർ റീച്ചിങ് ആണ്. അത് മാത്രമല്ല, ഇത് ഉറി കൊണ്ട് അവർ പാഠം പഠിച്ചില്ല, ബാലക്കോട്ട് കൊണ്ട് അവർ പാഠം പഠിച്ചില്ല. അതെ. പക്ഷേ ഇനി പഠിക്കാൻ പോകുന്ന പാഠം അത് വളരെ ഒരു കോസ്റ്റ്ലി ലെസൺ തന്നെയാണ്. അത് ഇത് ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദത്തിന്റെ അടിവേരറക്കുന്ന രീതിയിലുള്ള വളരെ വിപുലമായ പ്ലാനിംഗ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അത് അതിൻ്റെതായ സമയത്ത് കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്തുകൊള്ളും. അത് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ ശരി, തീർച്ചയായിട്ടും നമുക്ക് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാവും, വൈകാരികമായതുണ്ടാവും. പക്ഷേ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ വൈകാരികതയ്ക്കനുസരിച്ചല്ല ഒരു സൈന്യം തീരുമാനിക്കുന്നത്. അവർക്ക് വളരെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അത് ചെയ്തുകൊള്ളും. അതുവരെ നമ്മൾ നമ്മുടെ സൈന്യത്തെ വിശ്വസിക്കുക. തീർച്ചയായും നമ്മുടെ സായുധ സേനകളെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണൽ ആർമിയാണ് നമ്മുടേത്, പ്രൊഫഷണൽ സൈന്യമാണ് നമ്മുടേത്. അവർ അത് വേണ്ടത് ചെയ്തുകൊള്ളും. ശ്രീ വേണുഗോപാൽ സാർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഒരു പിന്തുണ ഇനിയുള്ള ഒരു സൈനിക നീക്കത്തിന് ശേഷവും നിലനിർത്തേണ്ട ആവശ്യം കൂടി ഇന്ത്യക്കുണ്ട്. അപ്പോൾ അത് തകരാത്ത മട്ടിൽ തന്നെയുള്ള ഒന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെയാണോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും പല യുദ്ധ രംഗങ്ങൾ വീക്ഷിച്ചിട്ടുള്ള പലരും പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രിപ്പയർഡ്നെസ് കണ്ടിട്ട് ഇന്ത്യ ഒരു മാതൃകാ യുദ്ധത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതായത് തങ്ങളെ ആക്രമിച്ച ചില ദുഷ്ടശക്തികളെ തകർക്കുന്നതിനോടൊപ്പം മിനിമം വൂണ്ട് പാകിസ്ഥാൻ ജനതയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ നിഷ്കളങ്കരായ മനുഷ്യർക്കോ ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ ആണ് ഇന്ത്യൻ ആർമി നീങ്ങുന്നതെന്നാണ് ഒരു നിഗമനം. ആ നിഗമനം പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വാർ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലക്ഷ്യത്തിലാണ് ഇന്ത്യൻ ആർമിയുടെ പോക്ക്. ഇതൊരു പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് പോലും മാതൃകയാകുന്ന വിധത്തിലുള്ളൊരു യുദ്ധ രീതിയായിരിക്കും പ്രയോഗിക്കുക. വളരെ മിനിമം ഫോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ എത്തിച്ചേരാനും മിനിമം പീരീഡിൽ ഇത് അവസാനിക്കാനും പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കണം എന്നാണ് പലരും വിദേശങ്ങളിലടക്കം നിരീക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീമതി വിനീത, ഞാൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായ വിമർശനങ്ങൾ അതൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ ജനാധിപത്യത്തിൽ അതൊക്കെ ആവശ്യം കൂടിയാണ്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചില വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് കൂടിയുള്ള കൃത്യമായൊരു മറുപടി, അങ്ങനെയൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ആം ഫോഴ്സസും നേവിയും ഇത് എല്ലാവരുടെ തന്നെയാണ്. ഇത് ഈ പൊളിറ്റിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ ഒരു സമയമാണ്. ഇത് ഫുൾ ഇന്ത്യയെ മുഴുവനും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് വാർ. അപ്പോൾ ബിയോണ്ട് പൊളിറ്റിക്സ്, ബിയോണ്ട് ഓൾ ദീസ് ഡിഫറൻസസ് നമുക്ക് ഇത് കാണണം. ഇപ്പോൾ പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും ദിവസം എടുക്കുന്നത് ഇതൊരു സ്ട്രാറ്റജിക് അറ്റാക്ക് ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിനിമം ലോസ് ടു ലൈഫ്സ് ആൻഡ് മാക്സിമം ഇമ്പാക്ട്, അതാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി. ഇപ്പോൾ ഈ ഡിസ്കഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു കാണും. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഐസൊലേറ്റഡ് ആണ്. ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇസ് ഐസൊലേറ്റഡ്. ഈവൻ താലിബാൻ കൂടിയും ഇപ്പോൾ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് അവർക്ക് അറിയാം, അവർക്ക് IMF ബാക്ഡ് ആയിട്ട് IMF കടം വാങ്ങിയ ഒരു രാജ്യത്തിനാണ് അവർ സപ്പോർട്ട് ചെയ്യേണ്ടത്, അതോ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു ലോങ് ടേം സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റിന്റെ ഭാഗം, നമ്മൾ നടത്തിയ ഒരു എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ട് അതിന്റെ ഔട്ട്കം ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇന്റർനാഷണൽ സിനാരിയോയിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത് ചൈന മാത്രം ഒഴിവാക്കിയത് നമ്മൾ എല്ലാ കൺട്രീസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ ഇതൊക്കെ ഒരു കാൽക്കുലേറ്റഡ് മൂവ്സ് ആണ്. ഇന്ത്യ ഇപ്പൊ പഴയ പോലെ ഒരു കൺട്രി അല്ല, റിയാക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വി ആർ എ മെച്യൂർ ഡെമോക്രസി, സ്ട്രോങ് നേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജിയും ഒരു മാതൃകമായി മാറാനായിട്ട് പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കെയർഫുള്ളി പ്ലാൻഡ് വാർ സ്ട്രാറ്റജി. ലോകരാഷ്ട്രങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാളെ അതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ല് നടക്കുന്നു എന്ന് മാത്രവുമല്ല, നമ്മുടെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ കൂടിയുണ്ട്. എന്തെന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.